പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഒരു പ്രഭാതയാമത്തെ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ പ്രയാസമായതും വില കൂടിയതുമായ ഒരു വസ്തുവിനെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതെത്ര വില കൂടിയതാണെങ്കിലും ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ ആകുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ വാക്കനുസരിക്കുന്നുണ്ടെങ്കിൽ, ആ വില കൂടിയ വസ്തു അവന്റെ ഭവനത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും, പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു കാര്യമാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയും. അതൊരു വലിയൊരു സമ്പത്താണ്. സമാധാനം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ കിട്ടാക്കണിയാണെന്ന്. എവിടെ കിട്ടും സമാധാനം? കർത്താവ് അതിനുശേഷം ശിഷ്യന്മാരോട് പറയുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 6-ാം വാക്യം, നിങ്ങൾ ചെല്ലുന്ന ഭവനത്തിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് ഒരു ഭവനത്തിൽ ചെന്ന് നിങ്ങൾ പറയുമ്പോൾ, നോക്കൂ, അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന സമാധാനം അവിടെ നിൽക്കും. ഇല്ല, സമാധാന പുത്രൻ ഇല്ലെങ്കിലോ നിങ്ങൾ കൊണ്ടുപോയി അവരോട് പറഞ്ഞതായ സമാധാനം നിങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രം നിന്നതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ സമാധാനവും അവിടെ നിന്ന് പോയി പോകും. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ കർത്താവ് കണ്ടുപിടിച്ചത്, ഭൂമിയിൽ ദൈവപുത്രന്മാർക്ക് സമാധാനമുണ്ടാക്കുവാൻ കഴിയും. ദൈവപുത്രന്മാർക്ക് മാത്രമേ സമാധാനമുണ്ടാക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനം പോലെയല്ല, അത് വ്യത്യാസമാണ്. എന്നാൽ ആ വ്യത്യാസത്തെ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ക്രിസ്തുയേശുവിൽ കൂടെയുള്ള സമാധാനം നമ്മൾ പ്രഖ്യാപിക്കുന്നു, നമ്മൾ ഉപദേശിക്കുന്നു, ഘോഷിക്കുന്നു. എങ്കിലും ഘോഷിക്കുന്നവരായ ജനങ്ങളുടെ മധ്യത്തിലും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. ചില ആരാധനാലയങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. മനുഷ്യൻ സമാധാനമില്ലാത്തവരായി മുഴുലോകത്തിലും നിറഞ്ഞിരിക്കുകയാണ്. വലിയവന്റെയും ചെറിയവന്റെയും ദരിദ്രന്റെയും സമ്പന്നന്റെയും ഭവനങ്ങളിൽ സമാധാനത്തിന് യാതൊരു സ്ഥാനമില്ലാത്ത ഒരു കാലം. അസമാധാനം അവിടെയൊക്കെയും കടന്നു ചെല്ലുന്നു. പ്രാണവായു ഉള്ളിടത്തൊക്കെയും അസമാധാനം ആരുടെയും അനുവാദം കൂടാതെ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യുന്നു. എങ്ങനെ അസമാധാനത്തെ നമുക്ക് പുറത്താക്കുവാൻ കഴിയും? സമാധാനം എങ്ങനെ സൃഷ്ടിക്കുവാൻ കഴിയും? ദൈവത്തിന്റെ പുത്രന്മാരായി നാം മാറുന്നുണ്ടെങ്കിൽ മാത്രമേ, വിളിക്കപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ. അങ്ങനെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടണമെങ്കിൽ പോലും സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെങ്കിൽ നാം ദൈവപുത്രന്മാരെന്ന് അവകാശപ്പെടുന്നിരിക്കട്ടെ, അങ്ങനെയല്ല. ദൈവപുത്രന്മാരെന്ന് അവകാശപ്പെടണമെങ്കിൽ തന്നെ അവർ സമാധാനം ഉണ്ടാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ അത് സാക്ഷ്യപ്പെടുത്തണം. ദൈവത്തിന് സ്തോത്രം. അസമാധാനം ഭൂമിയിൽ കടന്നു വരുവാൻ ഒരു കാരണമുണ്ടായി. അത് സാത്താൻ മുഖാന്തരം ഉണ്ടായതാണ്. എങ്ങനെയാണെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസ് യേശു പറയുന്ന സമാധാനത്തെ കുറിച്ച് നല്ലൊരു പഠനം നടത്തുകയുണ്ടായി. ഈ യേശുവിന് സമാധാനത്തെ എങ്ങനെ ഘോഷിക്കാൻ സാധിച്ചു? ലോകത്തിൽ സമാധാനം എങ്ങനെ വിതരണം ചെയ്യുവാൻ കഴിഞ്ഞു? ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം പൗലോസ് വളരെ വ്യക്തമായി കണ്ടുപിടിക്കുകയുണ്ടായി. ഫിലിപ്പിയ സഭയോട് ആ രഹസ്യം പറഞ്ഞു. അവൻ ദൈവത്തോട് സമത്വമുള്ളവനായി ഇരിക്കെ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി അവൻ വേഷത്തിൽ മനുഷ്യനായി. നോക്കൂ, ഇവിടെ ഒരു വലിയൊരു പ്രവർത്തന മണ്ഡലം ക്രിയേറ്റ്, അതിൽ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട്. സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാത്ത സ്ഥാനം, ഭവനം, സാഹചര്യം, അല്ലെങ്കിൽ സംസാരം, ഇടപാടുകൾ, ജീവിതം, ബന്ധങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം സമാധാനം വരും എന്നർത്ഥം. പിശാച് താനും സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് പറഞ്ഞത്, ഞാൻ അത്യുന്നതനോട് സമനാകും, അവന്റെ സിംഹാസനത്തിന്റെ മുകളിൽ എന്റെ സിംഹാസനം വയ്ക്കും, അവനേക്കാൾ മുകളിൽ എന്റെ മണിപ്പന്തൽ ഞാൻ ഉയർത്തും. അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ അസമാധാനത്തിന്റെ രാജാവായി വന്നു. അസമാധാനത്തിന്റെ പ്രൊഡക്ഷൻ കേന്ദ്രമായി സാത്താൻ മാറി.
ആ ചരക്കാണ് മനുഷ്യ ജീവിതത്തിലേക്ക് സാത്താൻ കൊണ്ടുവരുന്നത്. അത് ക്രൈസ്തവരും അക്രൈസ്തവരും വിശ്വാസികളും അവിശ്വാസികളും ചെറിയവരും വലിയവരും എല്ലാവരുടെയും ഹൃദയത്തിൽ അവരുടെ ആരുടെയും അനുവാദം കൂടാതെ അവരുടെ ഭവനങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ഇടപാടുകളിലും വ്യക്തിപരമായ ജീവിതത്തിലൊക്കെയും ഈ ചരക്കുമായി സാത്താൻ വ്യാപാരം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്നുള്ള വിചാരം നിങ്ങൾ എത്രത്തോളം സൂക്ഷിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ സമത്വം വേണ്ട, അവൻ പറഞ്ഞതിനനുസരിച്ച് എനിക്ക് പറയണ്ട, അവൻ ചെയ്തതുപോലെ സമമായി എനിക്ക് ചെയ്യണ്ട, അവൻ ഉയർന്നതുപോലെ എനിക്ക് ഉയരണ്ട, അവൻ ആഘോഷിക്കുന്നത് പോലെ എനിക്ക് ആഘോഷിക്കണ്ട, അവൻ സുഖം അനുഭവിക്കുന്നത് പോലെ എനിക്ക് സുഖം അനുഭവിക്കണ്ട, അവന് കിട്ടിയ അവകാശങ്ങൾ പോലെ എനിക്ക് അവകാശങ്ങൾ വേണ്ട, അവന്റെ അഭിപ്രായങ്ങൾ പോലെ എന്റെ അഭിപ്രായം ഉയർന്നിരിക്കേണ്ട, സമത്വമുള്ളതാകണ്ട എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയാണ് സമാധാനം സൃഷ്ടിക്കുവാൻ സാധിക്കുന്നത്. അതെങ്ങനെ സാധിക്കും? ആർക്കാണ് അത് സാധിക്കുന്നത്? ദൈവപുത്രനാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം. ക്രിസ്തുയേശുവിലെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ സ്വഭാവം അല്പാൽപമായി നമ്മെ വശീകരിക്കും. എന്താണെന്നറിയാമോ? സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാത്ത ഒരു ജീവിത അനുഭവത്തിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാന ഘടകം. നമ്മൾ എപ്പോൾ മറ്റുള്ളവരോട് സമത്വം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതുപോലെ നമുക്ക് പറയണം, അല്ലെങ്കിൽ ഒരുവൻ ഒരു വാക്ക് പറഞ്ഞാൽ അവനോട് 2 വാക്ക് പറയണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സമാധാനം നഷ്ടപോകും. ആ ഭവനത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകും. പകരത്തിന് പകരം ചെയ്യുന്നവരും പകരത്തിന് പകരം പറയുന്നവരും പകരത്തിന് പകരം ചിന്തിക്കുന്നവരും മറ്റുള്ളവനെ പോലെ എനിക്കും ആകണം എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ അസമാധാനം നിലനിൽക്കും. അവിടെ സമാധാനം വരികയില്ല, സന്തോഷം അവിടെ പരിലസിക്കുകയില്ല. അവിടെ അസമാധാനം എപ്പോഴും നമ്മുടെ മുൻപിൽ പരിഹസിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് കാണിക്കും. അവിടെ സാത്താന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ദൈവത്തിന്റെ മഹത്വം. ഒരു മനുഷ്യൻ വിശ്വാസിയായിരുന്നാലും പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിലും ആരാധനയെല്ലാം പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവന്റെ ജീവിതത്തിൽ വലിയ വലിയ വൻകാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ലോകത്തിൽ വലിയവനാണെങ്കിലും സമ്പന്നനാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു രീതിയിൽ അവനറിയാത്ത വാതിലുകൾ തുറന്നുകൊണ്ട് അസമാധാനം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അസമാധാനം അവന്റെ ഭാര്യയിൽ കടക്കും, അവന്റെ കുഞ്ഞുങ്ങളിൽ അസമാധാനം ഉണ്ടാക്കും, അവന്റെ മാതാപിതാക്കളിൽ അസമാധാനം ഉണ്ടാകും, അവന്റെ സ്നേഹിതരിൽ കൂടെയും അവൻ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെയും അസമാധാനം ഊഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാത്ത ഒരു സ്വഭാവം, ക്രിസ്തുയേശുവിലെ സ്വഭാവം നിനക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിനക്ക് സമാധാനം പ്രാപിക്കുവാൻ കഴിയുന്നത്. ലോകത്തിലെ പ്രമുഖരായിട്ടുള്ള പലരും ഈ തത്വത്തെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. എങ്കിലും ക്രിസ്തുവിൽ കടന്നു വരാതെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് അവർക്ക് ഈ സ്വഭാവത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വന്നതിനാൽ അവരുടെ ജീവിതത്തിൽ അല്പനേരം മാത്രം സമാധാനം അനുഭവിക്കുന്നവരും അതിനുശേഷം സമാധാനത്തിന്റെ ഐക്യം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിനിടയായി തീർന്നു. എന്നാൽ നീ ക്രിസ്തുവിൽ ആകുന്നുണ്ടെങ്കിൽ, ക്രിസ്തു യേശുവിന്റെ സ്നേഹത്തിലും അവന്റെ സ്വഭാവത്തിലും വരുന്നുണ്ടെങ്കിൽ ഇത് ജീവിതത്തിൽ സമാധാനത്തെ സംബന്ധിച്ചുള്ളതായ മർമ്മപ്രധാനമായ ഒരു ഭാഗ്യമാണ്. അങ്ങനെയെങ്കിൽ നീ സമാധാനം സൃഷ്ടിക്കുന്നവനായിരിക്കും, നീ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും, നീ ദൈവത്തിന്റെ പുത്രനാകും. ദൈവത്തിന് സ്തോത്രം. നിന്നോട് ദൈവത്തിന്റെ പുത്രൻ എന്ന് നിന്നെ വിളിക്കും, സ്വർഗം വിളിക്കും. അങ്ങനെയുള്ളവരോടുകൂടെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കും. വീണ്ടും വീണ്ടും അവിടെ എങ്ങനെ സമാധാനം ഉണ്ടാക്കാമെന്നുള്ളതായ ഒരു ബുദ്ധി അവന് പറഞ്ഞു കൊടുക്കും. ഇല്ല എങ്കിൽ നമ്മൾ എത്ര ആരാധിച്ചിരുന്നാലും, എത്ര പാട്ട് പാടിയാലും, എത്ര വലിയ സന്തോഷം പങ്കിട്ടിരുന്നാലും ശരി, ദിവസത്തിന് ദിവസം അസമാധാനത്തിന്റെ ഇരകളായി നാം ജീവിതത്തിൽ താണിറങ്ങിക്കൊണ്ടിരിക്കും. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത് നമ്മെ സമാധാനത്തിന്റെ പുത്രന്മാരാക്കുവാൻ, ദൈവത്തിന്റെ പുത്രന്മാരാക്കുവാൻ. എന്തുകൊണ്ട്? എങ്ങനെ? അല്ലെങ്കിൽ ആ മറ്റുള്ളവരോടുകൂടെ സമത്വം ആഗ്രഹിക്കാത്ത ഒരു സ്വഭാവ വിശേഷത നമ്മളിൽ സൃഷ്ടിച്ചുകൊണ്ട് സ്വർഗത്തിന് നമ്മെ ദൈവത്തിന്റെ പുത്രന്മാരാക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിലും നാം ഇടപെടുന്ന വേളകളിലൊക്കെയും സമാധാനം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു മാതൃകയായി നമ്മെ ഉപയോഗിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.